കണ്ണൂരിൽ സ്വന്തം പേരിൽ വാട്സ്ആപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് പാർട്ടിയെ സജ്ജമാക്കാൻ കെ സുധാകരൻ. കെ.എസ്. ബ്രിഗേഡ് എന്ന പേരിൽ രൂപീകരിച്ച 2000 അംഗങ്ങളുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഔദ്യോഗിക പ്രവർത്തനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പങ്കെടുത്ത ചടങ്ങിൽ നടന്നു. കോൺഗ്രസ് നേതാവ് കെ സുധാകരന്റെ ചുരുക്കപ്പേരിൽ രൂപീകരിച്ച അന്താരാഷ്ട്ര വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് കെ.എസ്. ബ്രിഗേഡ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 2000-ലധികം മെമ്പർമാരുള്ളതാണ് ഈ വാട്സ്ആപ്പ് കൂട്ടായ്മ. ആതുര സേവനത്തിലൂടെ കോൺഗ്രസിന് പുതിയ മുഖം നൽകി പ്രവർത്തകരെ സജ്ജമാക്കലാണ് ലക്ഷ്യം. അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കെ സുധാകരൻ രാഷ്ട്രീയ വനവാസത്തിലാണെന്ന എതിർ പാർട്ടികളുടെയും സ്വന്തം പാർട്ടിയിലെ എതിർ ഗ്രൂപ്പുകൾക്കുമുള്ള മറുപടിയും. ഗ്രൂപ്പുകൾക്ക് അതീതമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അണിനിരത്തിയാണ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ഔദ്യോഗിക പ്രവർത്തനം ആരംഭിച്ചത്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ഈ വാട്സ്ആപ്പ് കൂട്ടായ്മയെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അക്രമ രാഷ്ട്രീയത്തിനെതിരെ പോരാടി വളർന്നു വന്ന നേതാവാണ് കെ സുധാകരനെന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ എന്നും പോരാടിയിട്ടുള്ള നേതാവാണ് ശ്രീ കെ സുധാകരൻ. യാതൊരു അങ്ങേയറ്റത്തെ ലക്ഷ്യബോധത്തോടുകൂടി അക്രമത്തിനെതിരെ നമ്മുടെ പ്രവർത്തകരുടെ അവർക്ക് ശക്തി പകർന്നു കൊടുത്തുകൊണ്ട് ഇതുപോലുള്ള അക്രമങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ്. കെ സുധാകരനെ സ്നേഹിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകന്മാർ ഇത്തരം ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തത് എന്തുകൊണ്ട് നന്നായി. ഇതുപോലെയുള്ള ധാരാളം കൂട്ടായ്മകളിൽ നടക്കുന്നുണ്ട്. പല കൂട്ടായ്മകളിലും പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഈ കൂട്ടായ്മ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് തീർച്ചയായും ഒരു മുതൽക്കൂട്ടാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. എന്നാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക തിരിമറിക്കായി കെ സുധാകരനും ബന്ധുക്കളും ചേർന്ന് രൂപീകരിച്ചതാണ് പുതിയ വാട്സ്ആപ്പ് കൂട്ടായ്മയെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു. ന്യൂസ് 18 കണ്ണൂർ.